തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന രോഗികളും ആശുപത്രിയിലെ ജീവനക്കാരും ഒരുപോലെ സുരക്ഷാ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഒരു തീപിടുത്തമുണ്ടായാൽ അണയ്ക്കാനാവശ്യമായ ക്രമീകരണങ്ങൾ പോലും മെഡിക്കൽ കോളേജിനില്ല. ഫയർഫോഴ്സിന്റെ NOC ലഭിക്കണമെങ്കിൽ ഇനിയും നിരവധി ക്രമീകരണങ്ങൾ മെഡിക്കൽ കോളേജിൽ ഏർപ്പെടുത്തേണ്ടതുണ്ട്. കേന്ദ്ര നിയമപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ മെഡിക്കൽ കോളേജിന് NOC ലഭിക്കൂ. ഈ മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയിലെ പല കെട്ടിടങ്ങൾക്കും അത്തരത്തിൽ NOC ലഭിച്ചിട്ടില്ല. NOCക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ നൽകിയിട്ടില്ല, അതിൻ്റെ പരിശോധനകൾ നടത്തിയിട്ടില്ല. പ്രത്യേകിച്ചും ഫയർ ആൻഡ് സേഫ്റ്റിയൊക്കെ മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വകുപ്പാണ്. അവിടെ നിന്നൊക്കെ ഇത്തരത്തിലില്ലാതെ നിയമവിരുദ്ധമായി സർക്കാർ, പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിലെ സർക്കാർ ആശുപത്രികൾ പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമാണ്. അപകടം ആളിപ്പടരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് മിക്കതും. ഇതിലേറ്റവും ഗുരുതര പ്രശ്നമുള്ളത് സർജറി വാർഡിനോട് ചേർന്നാണ്. ഇവിടെ പഴയ ബെഡുകൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. കോട്ടയത്തെ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണെങ്കിലും ആശുപത്രികളിൽ സുരക്ഷാ ഓഡിറ്റ് നടത്താനുള്ള തീരുമാനമുണ്ടായിട്ടുണ്ട്. എല്ലാ സ്ഥാപന മേധാവികളും നാളെ റിപ്പോർട്ട് സമർപ്പിക്കണം. സുരക്ഷിതമല്ലാത്ത കെട്ടിടത്തിൽ രോഗികളോ കൂട്ടിരിപ്പുകാരോ ഇല്ല എന്ന് ഉറപ്പാക്കണമെന്നാണ് നിർദ്ദേശം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.